ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓഫീസിൽ വെച്ച് സീൻ ജിയാങ്ങിനെ കുറിച്ച് ജാഷുവിനോട് സംസാരിക്കുന്നു. അവൾ നീ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അവളെ ഹാൻഡിൽ ചെയ്യാൻ സെക്യൂരിറ്റിയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ടും അവൾക്ക് കഴിഞ്ഞതൊന്നും വിട്ടുകളയാൻ പറ്റുന്നില്ലേ? എന്തായാലും നിന്റെ റിലേറ്റീവിനെ അവൾ കാണാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ അവളെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ സീൻ പറയുന്നുണ്ട്. അന്ന് അവനെ കാണാൻ പോയി തിരികെ എത്തിയത് മുതൽ എന്തുകൊണ്ടാണ് അവൻ ഓഫീസിലേക്കും വീട്ടിലേക്കും ഒന്നും ചെല്ലരുതെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് സാക്ഷിയാകെ വിഷമത്തിലാണ്. എക്സാം അടുത്ത സമയമായിട്ട് പോലും അവൾക്ക് പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ഒരു വിളിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സാം എന്നാണ് കഴിയുന്നത്, വീട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തെന്ന് അവൻ മെസ്സേജ് അയച്ച് ചോദിച്ചത്. അടുത്ത ആഴ്ച കഴിയും, 19-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്ത് എന്ന് അവൾ റിപ്ലൈ നൽകുന്നു. അവൻ ഓക്കെ എന്ന് മാത്രം റിപ്ലൈ നൽകിയപ്പോൾ അവൾ കുറച്ച് നിരാശയാകുന്നുണ്ട്. അവൾ പോകുന്ന ദിവസം മറന്നു പോകാതിരിക്കാൻ അവനൊരു നോട്ട് എഴുതി ടേബിളിൽ ഒട്ടിച്ചു വെക്കുന്നു. അതിനുശേഷമാണ് എക്സാം കഴിയുമ്പോൾ ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടെന്ന് അവൻ മെസ്സേജ് ഇട്ടത്. ഓക്കെ പറഞ്ഞ് അവൻ മെസ്സേജ് അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന അവൾക്ക് വീണ്ടും മെസ്സേജ് കണ്ടപ്പോൾ സന്തോഷമാകുന്നു. ചോദിക്കുമ്പോൾ തന്നെ കൂടെ ചെന്നാൽ അഭിമാനം തകരില്ലേ, അതുകൊണ്ട് സമയം കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ ജാടയിടുന്നു. അവൻ നിർബന്ധിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. പക്ഷെ അവൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവൻ ഓക്കെ പറയുന്നു. സാക്ഷിയാകെ നിരാശയാകുന്നുണ്ട്. പരീക്ഷയുടെ തലേദിവസം വെയ്വേ ഷെങ്ങുമായി പിണങ്ങിയിരിക്കുന്നതിനാൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ എക്സാമിന് തോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഷെന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ സീനാക്കുന്നു. അതിൻ്റെ വിഷമം തീർക്കാൻ എക്സാം കഴിയുമ്പോൾ ബാറിൽ പോയാലോ എന്നവൾ ചോദിക്കുന്നു. ജാഷുവിൻ്റെ വിളിയും മെസ്സേജും ഒന്നും ഇല്ലാത്തതിനാൽ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സാക്ഷി നമുക്ക് ഇന്ന് തന്നെ പോയാലോ എന്ന് ചോദിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവളാണ് ആദ്യം ഒഴിഞ്ഞു മാറാറുള്ളത്. അങ്ങനെയുള്ള അവൾ ഇങ്ങോട്ട് താല്പര്യം പറഞ്ഞത് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നു. നിന്റെ അമ്മ വിളിക്കുന്ന ടൈം അടുക്കാറായല്ലോ, എക്സാം നാളെയല്ലേ എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ എങ്കിൽ എക്സാം കഴിയുന്ന ദിവസം പോയാലോ എന്നവൾ ചോദിക്കുന്നു. എല്ലാവരും സമ്മതിക്കുന്നു. മിങ്ങിന്റെ ഫ്രണ്ടിന് ബാറുണ്ടെന്ന് പറഞ്ഞാൽ വേവേ അപ്പോൾ തന്നെ അവന് മെസ്സേജ് ഇടാനായി ഫോൺ എടുക്കുന്നു. അപ്പോഴാണ് ഷെൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. കലിപ്പിലാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും ഒരു സെക്കൻഡ് പോലും കഴിയുന്നതിന് മുമ്പ് അവളുടെ ദേഷ്യമൊക്കെ മാറി മുഖത്ത് ചിരി പടരുന്നു. അവളുടെ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന മട്ടിൽ എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. ഷെൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് വേവേ അങ്ങോട്ടേക്ക് പോകുന്നു. യൂഷിൻ കുളിക്കാനും പോകുന്നു. ആ സമയത്താണ് ഈയിടെ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വാങ് സാങ്ഷിയോട് ചോദിച്ചത്. നിന്റെ റിലേറ്റീവിന് ക്യാമറ നൽകാൻ പോയി വന്ന ദിവസം മുതൽ നീ ആകെ മൂഡ് ഓഫ് ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീ മുമ്പ് പറഞ്ഞ ക്രഷാണോ ആ റിലേറ്റീവ് എന്ന് വാങ് അവളോട് ചോദിക്കുന്നു. ക്രഷ് അവൻ തന്നെയാണ്, ചെറിയൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു എന്ന് അവൾ സമ്മതിച്ചെങ്കിലും കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല. ചിലപ്പോൾ പ്രശ്നമുണ്ടെന്ന് എനിക്ക് വെറുതെ തോന്നുന്നതാകും, പറയാനും മാത്രം ഒന്നുമില്ല, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നവൾ പറയുന്നു. പറഞ്ഞുറപ്പിച്ചതുപോലെ എക്സാം കഴിഞ്ഞ ദിവസം അവർ ഒരുമിച്ച് ബാറിൽ പോകുന്നു. സാക്ഷി അടുത്ത ദിവസമാണ് വീട്ടിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മിങ് അവളെ എയർപോർട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, തനിച്ച് പോയിക്കോളാമെന്ന് അവൾ പറയുന്നു. ഫ്രണ്ട്സിനൊപ്പം വന്ന് അവൾ കുറച്ച് കാര്യമായി മദ്യപിക്കുന്നുണ്ട്. ഓഫീസിലെ തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ പോകാനുള്ളതൊക്കെ റെഡിയാക്കിയോ എന്ന് ചോദിച്ച് ജാഷു അവൾക്ക് മെസ്സേജ് അയക്കുന്നു. എയർപോർട്ടിൽ കൊണ്ട് വിടാമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ മെസ്സേജ് കണ്ട സമയത്ത് മിങ് എഴുന്നിട്ട് ഒരു പാട്ട് പാടാനായി സ്റ്റേജിലേക്ക് പോകുന്നു. സാക്ഷിക്ക് വേണ്ടിയാണ് പാടാൻ ഉദ്ദേശിച്ചെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അവൻ മൈക്കിലൂടെ പറഞ്ഞത്. അവൻ്റെ പാട്ട് ബാക്കി ഫ്രണ്ട്സൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും സാക്ഷി മാത്രം അത് ശ്രദ്ധിക്കാതെ ആകെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. മാത്രമല്ല ഇടയ്ക്ക് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. അവൾ മെസ്സേജിനൊന്നും റിപ്ലൈ അയക്കാതിരുന്നുകൊണ്ട് ജാഷു അവളുടെ ഫോണിലേക്ക് വിളിച്ചത് അപ്പോഴാണ്. അവളുടെ സംസാരം കേട്ടപ്പോൾ കുടിച്ച് ലെവൽ തെറ്റി നിൽക്കുകയാണെന്ന് മനസ്സിലായി അവൾ എവിടെയാണുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അവൻ അങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കാതെ എന്തിനാണ് എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് അവൾ ഫോണിലേക്ക് നോക്കി പുറകുറുക്കുന്നുണ്ട്. അവൾ തിരിച്ചു ചെന്നപ്പോഴേക്കും മിങ്ങിൻ്റെ പാട്ട് കഴിഞ്ഞിരുന്നു. എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തു പോയി നിൽക്കുകയാണെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് സാക്ഷി അപ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നു. അപ്പോഴേക്ക് പാട്ട് കഴിഞ്ഞ് അവിടേക്ക് വന്ന മിങ്ങും അവളുടെ പുറകെ ചെല്ലുന്നു. എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല, എൻ്റെ ബ്രദർ ഇപ്പോൾ വരും, ഞാൻ ഒരുപാട് കുടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ തിരിച്ചയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കാലിൽ നിലത്തുറക്കാത്ത അവസ്ഥയായതുകൊണ്ട് അവൻ കൂടെ തന്നെ നിൽക്കുന്നു. അവൻ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. പാട്ട് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അവൻ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള അവസരം നൽകാതെ അവൾ ചുമച്ചുകൊണ്ട് താഴേക്ക് ഇരിക്കുന്നു. അവൻ കൂടെ ഇരുന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് ജാഷു അവിടേക്ക് വന്നത്. മറ്റൊരുത്തൻ അവളുടെ അടുത്തിരിക്കുന്ന ജാഷുവിന് തിരി പിടിക്കുന്നില്ല. അവൻ വേഗം ചെന്ന് മിങ്ങിനെ പിടിച്ച് മാറ്റുന്നു. അപ്പോഴേക്കും അവൾ അവനെ കാണുന്നു. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൾ വെയിറ്റ് ചെയ്ത് നിന്ന് ബ്രദർ അവനാണെന്ന് മനസ്സിലായപ്പോൾ മിങ് സ്വയം പരിചയപ്പെടുത്തുന്നു. ജാഷു പക്ഷേ വലിയ സൗഹൃദത്തിൽ നിന്നും പോകാതെ ജസ്റ്റ് ഹായ് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലേ, ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുന്നു. മിങ് തിരിച്ചകത്തേക്ക് കയറി പോകുന്നുണ്ട്. ജാഷു അവളെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നിടയിൽ ബാറിൽ പോയിരുന്ന് മദ്യപിക്കാനുള്ള പെർമിഷൻ നിനക്ക് ആരാണ് തന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. ഞാനിപ്പോൾ മുതിർന്ന ആളല്ലേ, ഞാൻ മുതിർന്നു കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തോളാൻ പണ്ട് ചേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിഷമത്തോടെ അവൾ പറയുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ നടക്കാൻ വയ്യാത്തതുപോലെ റോഡിൽ കുത്തിയിരിക്കുന്നുമുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവൻ അടുത്തേക്ക് ഇരിക്കുന്നു. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്, അപ്പോൾ വയറിന് കുറച്ച് സുഖം കിട്ടും എന്നവൻ പറയുന്നു. പക്ഷെ അവൾ മടിച്ചിരിക്കുകയാണ്. നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൾ പിന്നെയും മടി പിടിച്ചിരുന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ആ സമയത്ത് അവൾ അവൻ്റെ ഡ്രസ്സിലേക്ക് വൊമിറ്റ് ചെയ്യുന്നു. അവളായതുകൊണ്ട് മാത്രം അവൻ ക്ഷമിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുന്നു. അവളെ താങ്ങി പിടിച്ച് അവൻ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ കുറച്ച് ചെന്നപ്പോൾ അവൾ പിന്നെയും താഴെ ഇരിക്കുന്നു. ഇനി എന്താണ് പ്രശ്നം എന്നവൻ ചോദിച്ചപ്പോൾ ചേട്ടൻ എന്നോട് ദേഷ്യത്തോടെ പെരുമാറരുതെന്ന് അവൾ പറയുന്നു. അതിന് ഞാൻ എപ്പോഴാണ് ഇങ്ങനെ പെരുമാറിയതെന്ന് ചോദിച്ചിട്ട് അവൻ അവളെ പുറത്തെടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നു. സർജറി കഴിഞ്ഞ് 3 മാസം വരെ വെയിറ്റ് ഒന്നും എടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് എന്നെ എടുക്കാൻ പറ്റില്ല എന്നവൾ പറയുന്നു. 3 മാസമൊക്കെ എന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 45 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്, പക്ഷേ ചെസ്റ്റ് തീരെ കുറവാണ്,
എനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരയുന്നു. അവന് ശരിക്കും ചിരി വരുന്നുണ്ട്. അവൻ ഒരു വിധത്തിൽ അവളെ സമാധാനിപ്പിച്ച് പുറത്തെടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ട്. എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ആ സമയത്ത് അവൾ വിഷമത്തോടെ അവനോട് പറയുന്നു. ആളാരാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അതെനിക്ക് പറയാൻ കഴിയില്ല എന്നവൾ പറയുന്നു. എങ്കിൽ അവൻ ആളെങ്ങനെയാണെന്ന് പറയാൻ അവൻ പറയുന്നു. അവൻ വളരെ നല്ലവനാണ്, എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷെ എന്നോട് മാത്രമല്ല, അവൻ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ അയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിയതിനാൽ അവൻ നിന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇഷ്ടപ്പെടാതിരുന്നാൽ പോരെ എന്നവൻ ചോദിക്കുന്നു. അവൾ പക്ഷേ അതിന് മറുപടിയൊന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവൻ്റെ വണ്ടിയിൽ അവളുടെ ഹോസ്റ്റലിനടുത്ത് എത്തിയപ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു. അവൻ്റെ കോട്ട് കൊണ്ട് അവളെ പുതപ്പിച്ചിട്ടുണ്ട്. അത് പിടിച്ച് നേരെ ഇട്ട് കൊടുത്തിട്ട് നീ ഇഷ്ടപ്പെടുന്ന എങ്ങനെയുള്ള ആളെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അതുപോലെ ആയാൽ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഞാൻ പക്ഷേ അയാളെ പോലെ എല്ലാവരോടും നന്നായി പെരുമാറാതെ നിന്നോട് മാത്രം നന്നായി പെരുമാറാൻ ശ്രമിക്കാം. നിന്നെ മറ്റൊരാളുടെ കൂടെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ എൻ്റെ പഴയ സിറ്റുവേഷനൊക്കെ മാറി. ഞാൻ കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞു. എൻ്റെ സ്വഭാവവും അത്യാവശ്യം മോശമല്ലാത്തതാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എനിക്ക് നിന്നേക്കാൾ കുറച്ച് പ്രായം കൂടുതലുണ്ടെന്നതാണ് എന്നൊക്കെ അവൻ പറയുന്നു. നീ ഇങ്ങനെ മറുപടി പറയാതിരുന്നാൽ ഞാനിതൊരു SI എടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ തലോടുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറയുന്നു. ഞാൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ പിൻവലിക്കുന്നുണ്ട്. സാക്ഷിക്ക് അടുത്ത ദിവസം രാവിലെയാണ് ബോധം വീണത്. ജാഷുവിൻ്റെ ദേഹത്തേക്ക് ഒമിറ്റിയെത്താണ് ആദ്യം അവളുടെ മനസ്സിലേക്ക് വന്നത്. ഇനി ഞാനെങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും എന്ന് പറഞ്ഞ് അവൾ തലയിൽ കൈവെക്കുന്നു. അവൻ വണ്ടിയിലിരുന്ന് എന്തോ പറഞ്ഞതായി അവൾക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിലും എന്താണ് പറഞ്ഞതെന്നൊന്നും അവൾ കേട്ടിരുന്നില്ല. എന്നെപ്പോലെ കുടിച്ചു ബോധമില്ലായിരുന്നതിനോട് എന്ത് പറയാനാണെന്ന് ചിന്തിച്ച് അവൾ അത് വിട്ടുകളയുന്നു. പിന്നെയാണ് അവൾ ഫോൺ എടുത്ത് നോക്കിയത്. നീ ഉണർന്നോ എന്ന് ചോദിച്ച് ജാഷു അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. നിന്നെ 9 മണിക്ക് വിളിച്ചുണർത്തണമെന്ന് ഞാൻ നിന്റെ ഫ്രണ്ടിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിൽ കൂടുതൽ ഉറങ്ങിയാൽ നിനക്ക് ഫ്ലൈറ്റ് മിസ്സാക്കും. ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടില്ല, അതുകൊണ്ട് വേഗം റെഡിയാകും. 10 മണിയാകുമ്പോഴേക്കും ഞാൻ പിക്ക് ചെയ്യാനെത്താം എന്നും അവൻ അയച്ചിരുന്നു. സാക്ഷി എഴുന്നേൽക്കാൻ നോക്കിയിട്ട് ആദ്യം തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേൽക്കുന്നതിന് കാത്ത് മറ്റു 3 പേരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തുകൊണ്ട് 3 പേരും അവളുടെ ചുറ്റും കൊടുന്നു. നീ മുമ്പ് പറഞ്ഞ നിനക്ക് കൃഷിയുള്ള നിന്റെ ചേട്ടൻ ഫ്രണ്ടാണോ ഇന്നലെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്ന് വേവി ചോദിക്കുന്നു. ആണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ ഇത്ര സുന്ദരനാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അവൾ പരാതി പറയുന്നു. ഷെങ്ങിനും മിങ്ങും ഒന്നും അവൻ്റെ 7 എഴുത്ത് പോലും വരില്ല എന്നും അവൾ പറയുന്നുണ്ട്. ഇന്നലെ എന്നെ കൊണ്ടുവിട്ട സമയത്ത് അവൻ എന്തെങ്കിലും ദേഷ്യമുള്ളതായി തോന്നിയിരുന്നു എന്ന് സാക്ഷി അവരോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും തോന്നിയില്ല. ദേഷ്യം തോന്നാൻ വേണ്ടി നീ എന്തെങ്കിലും ഒപ്പിച്ചോ? അവനെ കിസ് ചെയ്യുകയോ മറ്റോ ചെയ്തോ? അത് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, പക്ഷേ ഇനി ഞാൻ കുടിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് നീ അവൻ്റെ ദേഹത്തേക്ക് വോമിറ്റ് ചെയ്തതെന്ന് വാങ്ങി ചോദിച്ചത്. അവൾ മറുപടി പറയാതെ എൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവൻ എന്തിനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടണമെന്ന് വാശി പിടിക്കുന്നത്? ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചാണ് സാക്ഷി പോകാൻ ഇറങ്ങിയത്. ജാഷു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടി വാങ്ങി വണ്ടിയിൽ കൊണ്ടുവെക്കാൻ പോയ സമയത്താണ് മിങ് അവളുടെ അടുത്തേക്ക് വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നതെന്ന് അവൻ പറയുന്നു. അവൻ വന്നപ്പോൾ മുതൽ ജാഷു അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മിങ് അവനെ കണ്ടത്. അവനെ കണ്ടപ്പോൾ മിങ് ഒന്ന് പരിങ്ങെങ്കിലും അവനോട് സംസാരിച്ചോളാൻ പറഞ്ഞിട്ട് ജാഷു കാറിൽ കയറിയിരിക്കുന്നു. പക്ഷേ അവൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ബാറിൽ വെച്ച് പാടിയ പാട്ട് നിനക്ക് വേണ്ടിയായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ നീ പാടിയായിരുന്നോ എന്നാണ് അവൾ ചോദിച്ചത്. അത്ര പോലും അവൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും അവളെ ഇഷ്ടമാണെന്ന കാര്യം മിങ് തുറന്നു പറയുന്നു. സാക്ഷിയെ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൾ എന്താണ് മറുപടി നൽകാൻ പോകുന്നതെന്ന ആകാംക്ഷയിലാണ് ജാഷു. ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവരെ വേദനിപ്പിച്ചുവിടാതെ വിനയത്തോടെ റിജക്റ്റ് ചെയ്യണമെന്ന് മുമ്പൊരിക്കൽ അവൻ പറഞ്ഞത് ഓർത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. മിങ് നിരാശനായെങ്കിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. എന്നാലും ഇതിൻ്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ ആകരുത്. ഇനി നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചിട്ട് അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് നൽകിയിട്ടാണ് അവൻ പോയത്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ജാഷു നല്ല ഗൗരവത്തിലായിരുന്നു. അവൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ കഴിച്ചിട്ട് വേണം എനിക്ക് നിന്നോട് ചെയ്ത് സംസാരിക്കാൻ എന്നവൻ പറയുന്നു. ബാറിൽ പോയതിനെക്കുറിച്ചായിരിക്കും എന്നറിയാവുന്നതിനാൽ കോളേജിനടുത്തായതുകൊണ്ടാണ് ഞാൻ ബാറിൽ പോയത്. അവിടെ കൂടുതൽ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ റൂംമേറ്റ്സും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ ആദ്യമേ എക്സ്ക്യൂസ് പറയുന്നു. ഇന്നലെ നിന്റെ കൂടെ നിൽപ്പുണ്ടായിരുന്ന ഇപ്പോൾ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വന്ന പയ്യനും നിന്റെ റൂംമേറ്റ് ആണോ എന്ന് ജാഷു അവൾ ചോദിക്കുന്നു. അതെൻ്റെ റൂംമേറ്റിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് എന്നവൾ പറഞ്ഞപ്പോൾ നീ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ളയാൾ അവനാണോ എന്ന് ജാഷു ചോദിക്കുന്നു. ബോധമില്ലാതെ ഞാൻ ഇന്നലെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് ചിന്തിച്ച് സാക്ഷി ആകെ ഷോക്കായിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ മിങ് നൽകിയ ബ്രേക്ക്ഫാസ്റ്റുമായി സാക്ഷി വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ ജാഷു അവളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ചിട്ട് കൊടുക്കുന്നു. ബർഗറാണ് മിങ് നൽകിയത് എന്നറിഞ്ഞപ്പോൾ ഇത് ബീഫ് ബർഗർ ആയിരിക്കും. ബീഫ് നിനക്ക് അലർജി അല്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൻ വാങ്ങി കഴിക്കാൻ തുടങ്ങുന്നു. തലേ ദിവസം ബോധമില്ലാതെ അവൻ്റെ ദേഹത്ത് വൊമിറ്റ് ചെയ്തതിന് അവൾ സോറി പറയുന്നു. അവൻ പക്ഷെ അത് ശ്രദ്ധിക്കാതെ കാര്യമായി ബർഗർ കഴിക്കുകയാണ്. അവൻ്റെ തീറ്റി കണ്ട് ചേട്ടൻ ഇത്രയും വിശന്നിരുന്നേതോ എന്ന് അവൾ ചോദിച്ചു പോകുന്നു. കോട്ട് തന്നാൽ ക്ലീൻ ചെയ്തത് തിരികെ തരാമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇന്നലെ നന്നായി കുടിച്ചിരുന്നു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് വയറിന് നല്ല സുഖം കാണില്ല. ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ പുറകിലെ സീറ്റിലിരുന്ന ഫ്രൂട്ട്സ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. അവൻ്റെ അസൂയെക്കുറിച്ചൊന്നും അറിയാതെ അവളത് വാങ്ങി കഴിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.